അങ്ങനെയെങ്കിൽ സഞ്ജു അമ്മും വേണ്ടേ ഒരുമിച്ച് ജീവിക്കാൻ? ദിനേശേട്ടൻ പറഞ്ഞു ഇതെവിടേക്കാ കയറി പോകുന്നേ? അതും ശ്രീകുട്ടി ഇങ്ങനൊരവസ്ഥയിൽ കിടക്കുമ്പോ. ഞാൻ എന്റെ മനസ്സിന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. അമ്മ ഒരു നല്ല മരുമകളുടെ കടമയാ ഈ വീട്ടിൽ ചെയ്യുന്നത്. ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പെണ്ണ് ഇവിടെ ഉള്ളവർക്കായി ജീവിക്കുന്നതിൽ അത്ഭുതം അച്ഛൻ ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. അമ്മ ആരാണെന്നുള്ള സത്യം നമുക്കല്ലേ അറിയൂ. അമ്മൂനെ എല്ലാവരും അംഗീകരിക്കുന്ന മരുമകളായിട്ട് കാണാനാ എന്റെ ആഗ്രഹം. നീയും അങ്ങനെ ആഗ്രഹിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? ദിനേശേട്ട അമ്മൂനെ തിരിച്ചറിയുന്നതിന് മുൻപേ അവളെ മനസ്സിലാക്കിയവളാ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരിക്കലല്ല, പലവട്ടം. അന്നൊക്കെ വേലക്കാരി പെണ്ണിന്റെ ഭാഗം പിടിക്കാൻ നാണമില്ലേ നിനക്കൊന്നൊക്കെ ദിനേശേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ദിനേശേട്ടനോ ഞാനോ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ അടക്കി വെക്കാനേ കഴിയൂ. സഞ്ജു ഇന്നും ആ താലികെട്ടിനെ കളിയായിട്ടാ കാണുന്നേ. ശ്രീകുട്ടിയല്ലാതെ അവന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണും ഉണ്ടാവില്ല. സത്യം തിരിച്ചറിഞ്ഞാൽ ശ്രീകുട്ടി സ്വയം ഒഴിഞ്ഞു കൊടുക്കുമെന്ന് നമുക്കറിയാം. അത് വലിയ വേദനകൾക്കിടവരുത്തും. അമ്മ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കില്ല. ഇതിനൊരു പര്യവസാനം വേണ്ടേ? അമ്മുനെ വിടാനും ആരും തയ്യാറല്ല. അമ്മ പോയിട്ടും സഞ്ജു പോയി അവളെ കൂട്ടിക്കൊണ്ടുവന്നതല്ലേ? കാര്യങ്ങളുടെ അപകടം മനസ്സിലായിട്ടും എന്തിനാ അവൻ അത് ചെയ്തത്? അമ്മുവിന് വേണ്ടി വാശി പിടിച്ചവരൊക്കെ അമ്മ ഈ വീട്ടിൽ നിന്ന് പോയെന്ന് സത്യം പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞനെ. ഉടനെ ഇതിനൊരു അവസാനം ഉണ്ടാവും. ശ്രീകുട്ടി ബെഡിന്ന് എഴുന്നേറ്റാൽ അമ്മ ഇവിടുന്ന് പോവും. എന്നോടതവള് പറഞ്ഞു കഴിഞ്ഞു. അതൊരു ഒളിച്ചോട്ടമാവില്ല. അവൾക്കറിയാം എന്ത് വേണമെന്ന്. ദേവി, ഈ കുടുംബത്തിൽ അനിഷ്ടങ്ങളായ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ കാത്തോളണേ. ഒന്നും താങ്ങാനുള്ള കരുത്ത് ഇനി എനിക്കില്ല. ദേവി, എന്റെ കുട്ടികളെ സദാ കാത്തുകൊള്ളണേ. ദേവി അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു അഭയസ്ഥാനമില്ല. മുത്തശ്ശ, തൊഴുതോ. അമ്മ എവിടെയാമോ? അമ്മ വൈകി എഴുന്നേറ്റെ, ബാത്റൂമിലാ. ഞാനിന്ന് ഓഫീസിലേക്ക് പോവാ. മോൻ ചെല്ല്. നീ ചെല്ലാത്തതുകൊണ്ട് ഓഫീസ് കാര്യങ്ങളൊക്കെ അവതാളത്തില്ല. അങ്ങോട്ട് പോയിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ? സൂക്ഷിക്കണേ മോനെ. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല മുത്തശ്ശി. കളി പറയല്ല. എനിക്ക് വേണ്ടി പൂജ നടത്താനും പ്രാർത്ഥിക്കാനൊക്കെ ആളുള്ളപ്പോ ഞാനെന്ത് പേടിക്കാന്? മുത്തശ്ശി,
ഞാൻ ചേച്ചിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വരാം. ശരി മോളെ. മോനെ, നീ ശ്രീകുട്ടിയെ കൊടുത്തു വല്ലട്ട് പോടാ. ശരി മുത്തശ്ശ, ഞാൻ അവളെ കാണാം. മോനെ, ഓഫീസിൽ പോയിട്ട് നേരത്തെ വരണേ. ശരി മുത്തശ്ശി, ഞാനിപ്പോ പോയി സ്വാതി ഒന്ന് കാണാം. ഞാനിത് വെച്ചിട്ട് വരാം. മതി, കഴിക്ക് ചേച്ചി, കുറച്ചുകൂടിയല്ലോ. കഴിക്ക് കഴിക്ക്. സഞ്ജു ഓഫീസിലേക്കാണോ? കുറെ ഫയലുകളൊക്കെ തീർത്ത് വിടാൻ കിടപ്പുണ്ട്. എല്ലാം ബില്ല് മാറാനുള്ളതാ. അതിനെന്താ, സഞ്ജു പൊക്കോളൂ. ഇനി എന്തിനാ സഞ്ജു എന്നെ ഓർത്ത് ഇവിടെ ഇരിക്കുന്നെ? ഞാൻ ദേ ഓക്കെ ആയി തുടങ്ങിയല്ലോ. ചേച്ചി എഴുന്നേൽക്കാതെ പുറത്തു പോയില്ലെന്നുള്ള തീരുമാനത്തിലാ ചേച്ചിയുടെ ആള്. ഓഫീസ് കാര്യങ്ങൾക്ക് ഒരു മുടക്കം വരാൻ പാടില്ല സഞ്ജു. കവിതകളെമ്മ പറയുന്ന കേട്ടു, സഞ്ജു വരാതെ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലെന്ന്. ഒരുപാട് പേർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. സഞ്ജു ഓഫീസിൽ പോകാൻ നോക്ക്. ഞാൻ അത്യാവശ്യമുള്ള ജോലികളൊക്കെ തീർത്ത് വേഗം വരാം. മീറ്റിങ്ങുകളൊന്നും നീ എഴുന്നേക്കാതെ അറ്റൻഡ് ചെയ്യുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, മനസ്സിപ്പോഴും റിലാക്സ് ആയിട്ടില്ല. ചേച്ചി ടാബ്ലറ്റ്. അമ്മോ, നീ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവണം. എന്ത് ചെറിയ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. സ്വാതിയെ നിന്നെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും. സഞ്ജു, സഞ്ജു അമ്മുവിനെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തെക്കാൾ നന്നായിട്ട് അമ്മു എന്നെ നോക്കും. ഇനി ദൈവം എന്റെ കാര്യം മറന്നുപോയാലും എന്റെ അമ്മു മറക്കില്ല. ചേച്ചി, ഞാൻ പ്ലേറ്റ് കഴുകി വെച്ചിട്ട് വരാം. അമ്മ വരാൻ വേണ്ടി കാത്തൊന്നും നിൽക്കണ്ട. എന്നെ ആരും കൊത്തിക്കൊണ്ടൊന്നും പോവില്ല. എന്താ പോകുന്നില്ലേ? എനിക്കേ പോവാൻ തോന്നുന്നില്ല, അതാ സത്യം. എന്നാ പോണ്ട. ചുമ്മാ കളിക്കാതെ പോ സഞ്ജു, സ്കൂൾ കുട്ടികളെ പോലെ. നമുക്ക് ഒന്നിച്ചു പോവാൻ ഇനിയും 1 മാസമെങ്കിലും വേണ്ടിവരും. ഔട്ടിങ്ങിന് പോവാൻ എനിക്കും ആഗ്രഹമുണ്ടെന്ന് അറിയില്ലേ. അതിന് പ്ലാസ്റ്റർ തടസ്സമൊന്നുമല്ല. കാറിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നാ പോരെ. സഞ്ജു ഡ്രൈവ് ചെയ്താൽ മതി. അത് ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചിട്ട് മതി. ഞാൻ ഇന്ന് തന്നെ ഡോക്ടർ രാമോഹനെ വിളിച്ച് ചോദിക്കാം. ഡോക്ടർ പറഞ്ഞിട്ട് മതി പുറത്തിറങ്ങുന്നത്. ആ, ഡോക്ടറിന് തിരക്കിലാണെങ്കിൽ ഉറപ്പായിട്ട് ജൂനിയേഴ്സിന് ആരെങ്കിലും അയക്കും. സഞ്ജു തന്നെ ഒന്ന് ചോദിക്ക. എനിക്കിവിടെ ഇരുന്ന് ബോറടിക്കുകയാണെന്ന് സഞ്ജുവിന് അറിയാലോ. വീട്ടിൽ പോലും ഫ്രീ ആയിട്ടിരിക്കാൻ എനിക്ക് പ്രയാസമാ. ചോദിക്കാം. എന്ന് പൊയ്ക്കോ. എനിക്കെന്തോ നിന്റെ അടുത്തുനിന്ന് പോവാൻ തോന്നുന്നില്ല. പേടിയാണോ അത് സ്നേഹം കൊണ്ടാണോ? രണ്ടും കൂടിയാണെന്ന് കൂട്ടിക്കോ. ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീല്.
പോവില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ജന്മം മുഴുവനും നീ എന്റേതായിരിക്കും സ്വാതി. ലവ് യു സഞ്ജു. ലവ് യു ടു. ബൈ. See you. See you, സഞ്ജു. നിക്ക്. വീട്ടിലായിരുന്നപ്പോഴും ശ്രീകുട്ടി പാല് കുടിക്കാൻ താല്പര്യം കാണിക്കാറില്ലേ? ചേച്ചി ആദ്യം വേണ്ടെന്നൊക്കെ പറയും. ഞാൻ വിടില്ല, മുഴുവനും കുടിപ്പിക്കും. നീ കൊടുത്ത അവള് വിഷവും കുടിക്കും. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? അവൾക്ക് നിന്നിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്നാലും ചേച്ചിയുടെ അമ്മ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട്. മനസ്സിലൊന്നും വെച്ചല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയും. നിക്ക്. നീ ഇവിടെ നിന്ന് പോകുന്നത് വരെ ശ്രീകുട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക്. അവളിങ്ങനെ കിടക്കാൻ കാരണം നീയാണെന്ന് എപ്പോഴും എനിക്ക് ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. എനിക്കറിയാം ചേച്ചിയുടെ എല്ലാ കാര്യത്തിലും എന്റെ ശ്രദ്ധയുണ്ടാവും. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. രാത്രിയും പകലും നീ അവൾക്കൊപ്പമുള്ളത്. നീ ഈ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ കാവേരിയോ രാജുവിനെ ഏൽപ്പിക്കണം. ശ്രീകുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായിട്ട് ഞാൻ കിച്ചണിലായിരുന്നു, ഞാൻ ശ്രീദേവിയമ്മയുടെ മുറിയിലായിരുന്നു എന്നൊന്നും പറഞ്ഞ് നീ ഒഴിയാൻ നോക്കരുത്. എല്ലാറ്റിനും കാരണക്കാരി നീയാ. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എനിക്ക് നിന്നെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഒരമ്മയുടെ ഗതികേടെന്നല്ലാതെ ഇതിനൊക്കെ എന്തു പറയാന്? അമ്മയേക്കാൾ വലുതായി കാണുന്നത് അവള് നിന്നെയാ. പകരൊക്കെ പ്രഭ അവളുടെ കൂടെയാ ചെലവഴിക്കുന്നത്. നീ ഒരാള് കാരണം ഞങ്ങളും മാനസികമായി ഇപ്പോ രണ്ട് തട്ടിലാ ഉള്ളത്. മോൾ എണീക്കാൻ വേണ്ടി പ്രഭ കാത്തിരിക്കുക. എന്തിനാന്നറിയോ? വിവാഹമോചനത്തിന് കേസ് കൊടുക്കാൻ. ഞാൻ ശ്രീകുട്ടിയുമായി ഇവിടെ വന്നതുകൊണ്ട് അവൾക്ക് അപകടം ഉണ്ടായതെന്ന് പ്രഭ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നേക്കാൾ ഇങ്ങോട്ട് വരാൻ കൂടുതൽ തിടുക്കം കാണിച്ചുകൊണ്ടിരുന്നത് ശ്രീകുട്ടിയെ. അതിന് കാരണം നീ ഇങ്ങോട്ട് വന്നതുകൊണ്ടാ. ഓ, അതൊന്നും ആർക്കും അറിയണ്ടല്ലോ. എല്ലാത്തിനും കാഞ്ചനയെ തെറ്റുകാരി. പ്രഭ അവൾക്കടുത്തുള്ളപ്പോ എനിക്കിപ്പോ അങ്ങോട്ട് കേറാൻ പോലും പറ്റുന്നില്ല. നിനക്കറിയോ എത്ര തവണയാ ഞാൻ എന്റെ മോളുടെ മുറിക്ക് പുറത്തു വന്ന് മടക്കി പോയതെന്ന്? എന്റെ മകളെ എന്നിൽ നിന്ന് അകറ്റിയതുപോലെ എന്റെ ഭർത്താവിനെ നീ അകറ്റി. ശ്രീകുട്ടി എഴുന്നേറ്റ് കഴിഞ്ഞ
നീ ഇവിടുന്ന് പോകുന്നതിനെ പറ്റി ഒരു സൂചന പോലും നീ അവൾക്ക് കൊടുക്കരുത്. ഞാനത് പറയില്ല. എല്ലാരും വെറുപ്പിച്ചിട്ട് പോകുന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അത് അമ്മൂന് കഴിയൂ? എല്ലാവരുടെ സ്നേഹം നേടിയെടുക്കാനല്ലേ പ്രയാസം. എല്ലാവരെയും വെറുപ്പ് വാങ്ങാൻ ഒരു വാക്ക് പോരെ. ചേച്ചിയുടെ അമ്മയ്ക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കും. ചേച്ചി നടന്നു തുടങ്ങിയ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. വിദേശത്തിനിയും കൂടുതൽ അവസരങ്ങൾ. കൊള്ളാം. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? കാവേരി, കാവേരി വിളി കേട്ടാലും അവള് വേണ്ടിയില്ല. ദിനേശൻ ഇപ്പൊ പല്ലുകൊഴിഞ്ഞ സിംഹമല്ലേ. എന്റെ വ്രതവും തീർന്നോട്ടെ. ദിനേശന്റെ തരികട സ്വഭാവം തൽക്കാലത്തേക്ക് മാറിയിട്ടുള്ളൂ. എന്താ അമ്മു, കണ്ണ് കലങ്ങിയിരിക്കുന്നല്ലോ. ഒന്നുമില്ല. ദിനേശേട്ടൻ എന്തിനാ കാവേരി ചേച്ചിയെ വിളിച്ചത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ. ഒരു ചായ ചോദിച്ചതമ്മു. അവൾക്കാണെങ്കിൽ കേട്ട ഭാവവും ഇല്ല. ഞാൻ ചേച്ചിക്കൊപ്പം നിൽക്കാൻ തുടങ്ങിയപ്പോ കാവേരി ചേച്ചിക്ക് ഒന്നിനും സമയമില്ല. കിച്ചണിൽ പിടിപ്പത് പണിയാ. ഞാൻ ചെന്ന് കൊണ്ടുവരാം. ആര് വന്നിട്ടുണ്ടല്ലോ. അല്ല, ആരാ? മനസ്സിലായില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. എന്റെ പേര് ഡോക്ടർ പ്രവീൺ, രാമോഹൻ സാറിന്റെ ജൂനിയറാ. ഇവിടുത്തെ പേഷ്യന്റിന് വന്നു നോക്കാൻ രാമോഹൻ സാർ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? പെയിൻ ഉണ്ടോ? ഡോക്ടർ രാമോഹൻ സാർ വന്നതിന് ശേഷം പെയിൻ കുറവുണ്ട്. മെഡിസിൻ മാറ്റിക്കുറിച്ചിരുന്നില്ലേ? അതെ. വേദന ഇല്ലെങ്കിൽ ആ മെഡിസിൻ കൊടുക്കരുത്. സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നാ. പേഷ്യന്റ് ഏത് റൂമില്? അമ്മു, ഡോക്ടറെ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ല്. ആ വരൂ. ദിനേശേട്ട അച്ഛനൊന്ന് വിളിക്കണേ. ഡോക്ടർ വരൂ. ചേച്ചി, ഡോക്ടർ വന്നു. വേണ്ട വേണ്ട, ഇരുന്നോളൂ. പെയിന് വരാനുള്ള കാരണം രാമോഹൻ സാർ പറഞ്ഞിരുന്നു. ഇപ്പൊ പെയിനില്ല. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? ഡോക്ടറോടൊന്ന് സംസാരിക്കാൻ ഞാൻ തന്നെയാ സഞ്ജുനോട് പറഞ്ഞത്. പറഞ്ഞോളൂ. ഞാൻ സാറിന്റെ ജൂനിയറാ. ഞാൻ സാറിനോട് സംസാരിച്ചിട്ടേ എന്തും ചെയ്യാറുള്ളൂ. എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരേപോലെ കിടന്ന് വല്ലാത്ത ബോറടിയാ ഡോക്ടർ. തൽക്കാലം ഈ ബോറടി സഹിച്ചേ പറ്റൂ. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ അല്ലേ? അതല്ല ഡോക്ടർ, കാറിൽ നിന്ന് ഇറങ്ങാതെ
ഒന്ന് പുറത്തു പോയാൽ കൊള്ളാമെന്നുണ്ട്.